നമുക്ക് പാകിസ്ഥാന്റെ ചില തൊട്ടിത്തരങ്ങളെ പറ്റി സംസാരിക്കാം. ഇപ്പൊ വീണ്ടും അവർ ഒരു പുതിയ തരികിടയുമായി വന്നിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം കാശ്മീരിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാനിൽ, അതായത് പാകിസ്ഥാൻ ഗുണ്ടായിസം കാണിച്ച് പിടിച്ചു വച്ചിരിക്കുന്ന POKയിൽ അവർ നാളെ ജൂൺ 7-ന് ഒരു ഇലക്ഷൻ നടത്താൻ പോവുകയാണ്. ഇത് കണ്ടപാടെ ന്യൂഡൽഹിയിൽ നിന്ന് ഒരു മാസ് മറുപടി അങ്ങ് പാകിസ്ഥാനിലോട്ട് പോയിട്ടുണ്ട്. അതങ്ങോട്ട് നിർത്തിക്കോ, ആ സ്ഥലം ഇന്ത്യയുടേതാണ്, എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് നിങ്ങൾ സ്ഥലം കാലിയാക്കാൻ നോക്ക്. ഇത് വെറുമൊരു കടലാസ് മറുപടിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. പാകിസ്ഥാന്റെ മുഖത്തടിക്കുന്ന പോലെ ഒരു അന്ത്യശാസനം തന്നെയാണിത്. മുൻപൊക്കെ നമ്മൾ എപ്പോഴും പ്രതിരോധത്തിലായിരുന്നു. അവർ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കും, നമ്മൾ സമാധാനം പറയും. എന്നാൽ ഇപ്പോൾ കളി മാറി. നമ്മൾ ഡിഫൻസിൽ നിന്ന് നേരെ ഒഫൻസിലേക്ക്, അതായത് നേരിട്ടുള്ള ആക്രമണത്തിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം വളരെ കടുപ്പത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. 1947 തന്നെ കാശ്മീർ മഹാരാജാവ് ഹരി സിംഗ് ഒപ്പിട്ട ഈ പ്രദേശം മുഴുവൻ ഇന്ത്യയോട് പൂർണ്ണമായും നിയമപരമായി ചേർത്തതാണെന്നും അതിൽ ഈ ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാനും കൃത്യമായി പെടുമെന്നും അങ്ങനെയുള്ള നമ്മുടെ സ്ഥലത്ത് വന്ന് ഇത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് വോട്ട് പിടിക്കാൻ പാകിസ്ഥാൻ ഒരു അവകാശമില്ല എന്നും പറഞ്ഞു. പോരാത്തതിന് സ്വന്തം രാജ്യത്ത് ജനങ്ങൾക്ക് തിന്നാൻ കൊടുക്കാൻ ഗതിയില്ലാത്തവരാണ് നമ്മുടെ മണ്ണിൽ വന്ന് ജനാധിപത്യം കളിക്കുന്നത്. ഈ ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ എന്ന് പറയുന്നത് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ പാകിസ്ഥാൻ കുറെ കാലമായി പട്ടാളത്തെ വെച്ച് ജനങ്ങളെ അടിച്ചമർത്തുകയാണ്. മനുഷ്യാവകാശ ലംഘനങ്ങൾ, അതായത് അവകാശങ്ങൾ ചോദിക്കുന്ന സാധാരണ ജനങ്ങളെ അന്യായമായി ജയിലിലടയ്ക്കുക, അവിടുത്തെ വിഭവങ്ങൾ മുഴുവൻ കൊള്ളയടിക്കുക, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, തക്കം കിട്ടുമ്പോഴൊക്കെ കൊന്നുകളയുക, ഇതൊക്കെയാണ് അവിടെ പാകിസ്ഥാൻ ആർമി തകൃതിയായി നടത്തി വരുന്നത്. ഇതൊക്കെ ലോകത്തിന്റെ മുന്നിൽ നിന്ന് മറച്ചു വെക്കാൻ വേണ്ടി പാകിസ്ഥാൻ കാണിക്കുന്ന വലിയൊരു നാടകമാണ് ഈ വ്യാജ ഇലക്ഷൻ. ഈ കള്ളക്കളിയാണ് ഇന്ത്യ ഇപ്പോൾ ഒറ്റയടിക്ക് പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തത്. വെറുതെ ഒരു പ്രസ്താവന ഇറക്കി മിണ്ടാതിരിക്കുകയല്ല നമ്മൾ ചെയ്തത്. നിങ്ങൾ അനധികൃതമായി കൈയേറിയ ആ പ്രദേശത്ത് നിന്ന് ഉടനടി പൂർണ്ണമായും ഒഴിഞ്ഞു പോകണം എന്ന് മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഇന്ത്യ പഴയ ഇന്ത്യ അല്ല എന്ന് തന്നെയാണ്. അയ്യോ, അമേരിക്ക എന്ത് വിചാരിക്കും, ചൈന എന്ത് വിചാരിക്കും എന്നോർത്ത് വായ മൂടിയിരിക്കുന്ന ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. നമ്മുടെ 1 ഇഞ്ച് ഭൂമി പോലും ആരും തൊടാൻ നമ്മൾ അനുവദിക്കില്ല. നമ്മളുമായിട്ടുള്ള ഇടപാടുകൾ നമ്മൾ വരച്ച വരയിലൂടെ തന്നെ പോകണം. അതേത് ട്രംപുരാനായാലും. POK ഇന്ത്യയുടേതാണ്, അതൊരു തർക്കപ്രദേശമേ അല്ല. അവിടെയുള്ള അധിനിവേശം പാകിസ്ഥാൻ അവസാനിപ്പിച്ചേ മതിയാകും. നാളെ അതിനപ്പുറം എന്തെങ്കിലും വമ്പൻ സൈനിക നീക്കങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനുള്ള കൃത്യമായ ഒരു മുന്നൊരുക്കമാണ് ഇപ്പോൾ ന്യൂഡൽഹിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ചുരുക്കത്തിൽ പാകിസ്ഥാന് അവിടുന്ന് പെട്ടിമടക്കേണ്ടി വരും, ഇന്നല്ലെങ്കിൽ നാളെ. ന്യൂസ് ഡെസ്ക്.